കത്വാസി മോളി തോമസ് ആന്റിയുടെ കൂടൽ ശരവും ഫെലോഷിപ്പ് ചർച്ചിൽ കൂടുന്നു. ദീർഘവർഷങ്ങൾ കുവൈറ്റിലായിരുന്നു. കർത്താവിന്റെ ദാസിയെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നല്ലോ. നമ്മുടെ ഗ്രൂപ്പ് അംഗമാണ്, ഒരു പ്രാർത്ഥന പോരാളിയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ അനേക പ്രാവശ്യം കത്വാസിയാണ്. രാവിലെ തുടർന്നുള്ള ദീപനെ സൂക്ഷിക്കാൻ കത്വാസി സ്വാഗതം ചെയ്യുന്നു. മോളി തോമസ് ആന്റി. രാവിലെ സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. DPM-ന്റെ ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസനും എല്ലാ ശ്രേഷ്ഠ കർത്തദാസന്മാർക്കും ദൈവജനത്തിനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പരിപാലിക്കുന്ന എല്ലാ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയം അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വചനഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിന് റോമർ 8-ാം അധ്യായം എന്ന് പറയുന്നത് വളരെ നമ്മൾ വായിച്ച് ബലപ്പെടുവാൻ നമുക്ക് വളരെ സഹായിക്കുന്ന ഒരു വചനഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി അനേകം വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും നൽകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിന്റെ ഉള്ള ദൈവസ്നേഹത്തെ നമ്മെ അകറ്റുവാൻ കഴിയത്തില്ല എന്ന് കുറെ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുമല്ലോ. ദൈവസ്നേഹത്തെ അകറ്റുവാനുള്ള വിവിധ വിഷയങ്ങൾ കടന്നു വരുമ്പോഴും ഉറപ്പോടെ പറയുക, ഈ ലിസ്റ്റിലുള്ള ഒറ്റ വിഷയം പോലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ കഴിയില്ല. എപ്പോഴും ബലത്തോടെ നിൽക്കുന്നതിന്റെ ബലം ഇല്ലാതാക്കുവാനും ധൈര്യത്തോടെ നിൽക്കുന്നതിന്റെ ധൈര്യം ഇല്ലാതാക്കുവാനും ഒക്കെയും ശത്രുവായ പലതരത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിനെതിരെ കടന്നു വരുമ്പോഴും ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ സകലവും എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എല്ലാം തിന്മയ്ക്കായി കൂടി വരണമെന്ന് ശത്രു ആഗ്രഹിക്കുമ്പോൾ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം പല സന്ദർശനങ്ങളിൽ കൂടെ കടന്നു വരുന്ന തിന്മകളേക്ക് ദൈവിക സന്ദർശനത്തിൽ കൂടെ ദൈവം അത് നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില വിഷയങ്ങൾ, അതാണ് ദൈവാത്മാവിനോട് ഇടപെടുവാനിടയായത്. ഇയ്യോബിന്റെ ജീവിതത്തില് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നന്മ മാത്രം ചെയ്തുകൊണ്ടിരുന്ന, നന്മ മാത്രം വിചാരിച്ചുകൊണ്ടിരുന്ന ഇയ്യോബിന്റെ ജീവിതത്തില് പെട്ടെന്നാണ് ചില തിന്മകൾ ജീവിതത്തിൽ കടന്നു വരുന്നത്. നമ്മൾ വചനം നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, യഹോവയായ ദൈവം തന്റെ പ്രവാചകന്മാരെ അറിയിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. എന്നാല് ഈ കടന്നു വന്നത് ഒന്നും യോബിന് യാതൊരു സൂചനയുമില്ലാതെ കടന്നു വന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കടന്നു വന്നപ്പോഴും ഇത് യോബ് അറിയുന്നില്ല. ദൈവവും സാത്താനും തമ്മിലുള്ള ഒരു അവര് തമ്മിൽ ഒരു സംസാരിച്ച് ഒരു വിശ്വാസത്തിന്റെ പരിശോധനയായി കടന്നു വന്നതാണെന്ന് ഇയ്യോബിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ സ്തോത്രം. എങ്കിലും അവനാൽ ആവോളം വിഷയങ്ങളുടെ നടുവിലൊക്കെ ദൈവനാമത്തെ ഉയർത്തിക്കൊണ്ട് നിൽക്കുവാനും നോക്കി. എന്നാൽ അത് 1-2 നഷ്ടമല്ല, എല്ലാ മണ്ഡലങ്ങളിൽ നഷ്ടം വരുത്തി ദൈവത്തിന്റെ സ്തോത്രം ഒരു 0 ആക്കി തീർത്ത ഒരു അനുഭവം. എന്നാൽ അതുകൊണ്ടെല്ലാം തീർന്നില്ല. നിൽക്കാൻ കഴിയാത്ത വിധത്തില് ശാരീരികമായി പോലും ബാധിച്ച് ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ള അവസ്ഥ വന്നപ്പോൾ കൂട്ടുകാരൊക്കെ കടന്നു വന്നു. അവരൊക്കെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നതാ. എന്നാൽ അല്പ ദിവസങ്ങളൊക്കെ കൂടെ ഒന്നും സംസാരിക്കാതെ കൂട്ടത്തിലൊക്കെ നിലത്തിരുന്നു. എന്നാൽ പിന്നെ വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ വളരെ വേദനാജനകമായ വിഷയങ്ങള്. ഇയ്യോബ് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ശാരീരിക അവസ്ഥകള് ഒട്ടും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥകള്. എന്നാൽ സംസാരിക്കുന്ന ഓരോ വാക്കുകൾ അത് ജീവിതത്തിൽ വളരെ ആഴത്തിൽ വേദന ഉണ്ടാക്കുന്നതാകുമ്പോഴൊക്കെ അതിന്റെ നടുവിൽ ഇയ്യോബിന് പറയുവാനുള്ളത് ദൈവത്തിന്റെ സ്തോത്രത്തിന്റെ നടുവിലൊക്കെ ഞാൻ അവനായി കാത്തിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ജീവിതത്തിൽ എന്ത് തന്നെ കടന്നു വന്നാലും
ഞാൻ അവനായി കാത്തിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അപ്രകാരം ആമേൻ ആമേൻ യോബ് ദൈവസന്നിധിയിലായിരിക്കുവാനിടയായി അവന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ ആമൻ ചില കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയുന്നതായിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 29-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം ഇപ്രകാരം പറയുന്നു. അതിന്റെ 4-ാം വാക്യം, എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അതിന്റെ ആദ്യം തന്നെ പറയുന്നുണ്ട്, അയ്യോ പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് യോബിന്റെ ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ ഒന്ന് സംഭവിച്ചെങ്കിൽ കൊള്ളായിരുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ചില പാരമ്പര്യ അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മളും ചിന്തിക്കും, കർത്താവേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്റെ അവസ്ഥ ഇങ്ങനെ ഒന്ന് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥകളുണ്ട്. അതുപോലെ യോബ് കഷ്ടതയുടെ നടുവില് സകലം നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ജീവിതത്തിൽ സകലം നഷ്ടപ്പെട്ടതിന്റെ നടുവില് പണ്ടത്തെ കാലങ്ങളിലെ ഓർക്കുക. 29-ാം അധ്യായം മുഴുവൻ അവന്റെ പണ്ടത്തെ കാലങ്ങളിലെ അനുഭവങ്ങളാണ് അവൻ ഓർക്കുന്നത്. അവന് മഹത്വത്തോടെ ആയിരുന്ന സമയങ്ങൾ ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ എങ്ങനെയായിരുന്നു, മറ്റുള്ളവരെ അവൻ എങ്ങനെ കരുതിയിരുന്നു, ഇതൊക്കെയാണ് അവൻ വിവരിക്കുന്നത്. എന്നാൽ 30-ാം അധ്യായത്തിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് കടന്നു വന്നത്. ഇന്നത്തെ എന്റെ അവസ്ഥ അത് ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അതിന്റെ നടുവിൽ പറയുന്നത്, എന്റെ അവൻ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടാവുകയും അവൻ സർവശക്തൻ എന്നോടുകൂടെ ഇരിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും വരുന്ന നാളിലെ പോലെ ഞാൻ ആയിക്കൊള്ളായിരുന്നു. യോബേ, ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെങ്കിലും പലതും സംഭവിച്ചെന്ന് വരും. എന്നാൽ ഇതെങ്ങനെ സംഭവിക്കും? മക്കളെ ചുറ്റും വരുന്ന നാളിലെ പോലെ ആകുക എന്ന് പറയുന്നത് അതിനി ഒരിക്കൽ സംഭവിക്കുവാനുള്ള ഒരു കാര്യമല്ല. ദൈവത്തിന്റെ സ്തോത്രം. കാരണം എന്നേക്കുമായി അവരൊക്കെ മാറ്റപ്പെട്ടു പോയി. ആമേൻ. ഒരാഗ്രഹം കൊള്ളാം, എന്നാൽ യോബ് പ്രകാരം ആഗ്രഹിച്ച് നമുക്കറിയാം. യോബിന്റെ ഈ ഒരു അവസ്ഥ കൊണ്ട്, ചാരത്തിലിരിക്കുന്ന അവസ്ഥ കൊണ്ട്, ആമേൻ, അപമാനം സഹിച്ച ഈ അവസ്ഥ കൊണ്ട് അവന്റെ അവസാനമാവുകയല്ലായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഏത് വിഷയത്തിന്റെയും ആമേൻ ആമേൻ ആരംഭമല്ല, അതിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നതല്ല, അതിന്റെ അവസാനമാ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്നതിലെ അവസാനം നമുക്ക് വചനത്തിൽ എവിടെ നോക്കിയാലും നമുക്കറിയാം. പുതിയ നിയമത്തിൽ നോക്കിയാലും അറിയാം. ജീവിതങ്ങളിൽ കടന്നു വന്ന വലിയ തിന്മകള്, ഭവനങ്ങളിൽ കടന്നു വന്ന മരണങ്ങളെ പോലും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദീർഘകാലം രോഗികളായി കിടന്നവര് 38 സംവത്സരം കുളക്കരയിൽ കിടന്ന വിഷയം പോലും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവർ ഒരുക്കിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് അനുഭവിക്കുന്ന തിന്മയുണ്ടല്ലോ, ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയുണ്ടല്ലോ, ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് മറ്റൊന്നുമല്ല. ഈ തിന്മകളെ നന്മയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വിളിക്കപ്പെട്ടവരാ. ദൈവത്തിന് സ്തോത്രം. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാ, ദൈവത്തെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതൊക്കെ നന്മയ്ക്ക് തിരിച്ചു വിടുവാനും ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഒരു തിന്മകളെ കൊണ്ട് നമ്മൾ തകർന്നു പോകുകയില്ല. നമുക്കറിയാം, യേശു ക്രിസ്തു നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ യോർദാൻ വിട്ട് മടങ്ങി ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ 40 ദിവസം സാത്താൻ അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ യേശു പരീക്ഷ കഴിഞ്ഞ് നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. ഈ പരീക്ഷകളൊന്നും ആത്മാവിന്റെ ശക്തി കുറച്ചു കളഞ്ഞില്ല. അത് യേശുവിന്റെ വിഷയം നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ ദൈവത്തിന് അവന്റെ ശക്തിക്കൊന്നും ഒരു കുറവും വരത്തില്ല. എന്നാൽ ഇതൊക്കെ വായിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലും ചില പ്രത്യേക പരിശോധനകൾ കടന്നു വരുമ്പോൾ, ചില ദീർഘ ദിവസങ്ങൾ ഒരുപക്ഷെ ആ പരീക്ഷ നീണ്ടെന്നിരിക്കാം.
അതിന്റെ നടുവിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ആത്മാവിന്റെ ശക്തി, നമ്മളെ മേലുള്ള ആത്മാവിന്റെ ശക്തി കുറഞ്ഞു പോകാതെ ആമേൻ നമ്മെ സൂക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു പരീക്ഷ വരിക എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ ചില സാത്താന്യ പദ്ധതിയുണ്ട്, ദൈവിക പദ്ധതിയുമുണ്ട്. എന്നാൽ ദൈവം തന്റെ പദ്ധതിയിലേക്ക് നടത്തുമ്പോൾ അതിന്റെ നടുവിൽ ബാധിച്ച് പിന്നെയും കഷ്ടതയിലേക്കും ഭാരത്തിലേക്കും നടത്തുവാൻ ബാധിക്കുന്ന ശത്രുവിന്റെ ശക്തി ഉള്ളപ്പോൾ തന്നെ ദൈവം നമ്മളെ വിട്ട് മാറിപ്പോകുന്നില്ല. ആമേൻ. അതിന്റെ നടുവിലൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചെന്ന് വരും. ആമേൻ. ദൈവശബ്ദം കേൾക്കാത്ത ദിവസങ്ങൾ കാണും. ആമേൻ. ദൈവിക ഇടപെടൽ ഇല്ലാത്ത ദിവസങ്ങൾ കാണും. എന്നാൽ അതിന്റെ നടുവിൽ നമ്മൾ ഒന്നുറയ്ക്കണം. എന്നെ വിളിച്ചവൻ വിശ്വസന, അവൻ ഈ കഷ്ടതയുടെ നടുവിൽ വിട്ട് മാറിപ്പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നോട് കൂടെയുണ്ട്. അങ്ങനെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഈ പരീക്ഷ കഴിയുമ്പോഴേക്കും പിന്നീടുള്ളതൊരു വലിയ അനുഗ്രഹം. അബ്രഹാമിനെ ഐശ്വര്യമായും അനുഗ്രഹിക്കണമെന്നുണ്ടായിരുന്നു. അതിനു മുമ്പിൽ ചില പരീക്ഷകൾ കടന്നു വന്നു. അതുപോലെ തന്നെ യോബിന്റെ ജീവിതത്തിലും എല്ലാം എടുത്തു കളഞ്ഞതാ. എല്ലാം യോബിനെ നമുക്ക് ആ വാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ അറിയാം, കൂടെ നിന്നവരൊക്കെ അവർക്ക് കിട്ടിയ നല്ല സമയമാ. അതുകൊണ്ട് ആമേൻ എത്രയും ദുഷിച്ച് പറയാമോ അത്രത്തോളം ദുഷിച്ച് പറയുന്നുണ്ട്. ആശ്വസിപ്പിക്കുകയും ഇടയ്ക്കൊക്കെ അങ്ങനെ ആശ്വാസത്തിന്റെ വചനങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രത്തൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്തിനു വേണ്ടി ദൈവം ആ പരീക്ഷ അനുവദിച്ചു കൊടുത്തോ അതിന്റെ നടുവിൽ യോബ് തകർന്നു പോകാതിരിക്കേണ്ടതിന് ആമേൻ അവനെ താങ്ങിക്കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കൂട്ടുകാരുടെയൊക്കെ ആമേൻ സംസാരം നിർത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വായിക്കും, ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എല്ലാം കേട്ടുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു ദൈവമല്ല. ഇറങ്ങി വരേണ്ട സമയത്ത് അവൻ ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെ സമയത്തായിരിക്കത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾക്ക് പലപ്പോഴും ആമേൻ സകലത്തിനും നമുക്ക് അല്പം ധൃതിയായിരിക്കും. അല്ലെങ്കിൽ അവൻ ഈ ഒരു അവസ്ഥയിൽ വന്നില്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ലെന്ന് നമ്മൾ പറയപ്പെടും. ചിലപ്പം ദൈവ സാന്നിധ്യം വെളിപ്പെട്ടില്ലെന്നിരിക്കും. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവൻ ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അവൻ ഇറങ്ങി വന്ന ശബ്ദം കേട്ട് കഴിയുമ്പോൾ ആമേൻ ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ 1000 വാക്ക് കേൾക്കുന്നത് പോലെയല്ല, ദൈവത്തിന്റെ ഒരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം ബലപ്പെടുവാനിടയാകും. ആശ്വാസമില്ലാത്തതിന്റെ നടുവിൽ ഒരു ആശ്വാസമായി തീരുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യോബിന്റെ അടുക്കല് യഹോവ ഇറങ്ങി വന്നവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടതുണ്ട്. ആമേൻ. അതിന്റെ അവസാനം യോബ് പറയാ, ദൈവത്തിന്റെ സ്തോത്രം, ഞാൻ തിരിച്ചറിയാതെ പലതും പറഞ്ഞു പോയി. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഒന്നറിയുന്നു, നിനക്ക് സകലത് കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഞാൻ തിരിച്ചറിയാതെ ചിലതൊക്കെ പറഞ്ഞു പോയി. ഇപ്പോഴാമേൻ ഞാൻ എന്നെ തന്നെ വെറുത്ത് ിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ ഈ യോബിന്റെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ഈ യോബിനുണ്ടായിരുന്നതൊക്കെ ഇരട്ടിയായി ദൈവം അവന് മടക്കി കൊടുക്കുവാനിടയായി. ആമേൻ. താൽക്കാലികമായി വന്ന നഷ്ടങ്ങളുണ്ടല്ലോ, അതൊരു വലിയ നഷ്ടമല്ല. അതൊരു ഭാഗത്ത് കിടക്കുമ്പോൾ തന്നെ ഈ ആമേൻ മറു സൈഡില് ദൈവം എങ്ങനെ അത് മടക്കി തരാമെന്നും അതിലപ്പുറമായി മടക്കി തരുമെന്നുള്ള ദൈവിക പദ്ധതികൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ജീവിതത്തിന്റെ ഏതെങ്കിലും നഷ്ടമേഖലകളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, വരണ്ടിയിട്ട് വന്നതല്ല ഇതൊന്നും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയല്ലേ അല്ല. ദൈവിക പദ്ധതിയല്ലാതെ ഒന്നും ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ പലപ്പോഴും തെറ്റി എന്നിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഒരു തെറ്റും വരുത്താതെ സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ ജീവിതത്തിൽ സ്നേഹിതന്മാരൊക്കെ അകന്നു പോയ സാഹചര്യങ്ങളുണ്ട്.
അവൻ പ്രിയപ്പെട്ടവരൊക്കെയും അകന്നു പോയ സാഹചര്യം അവൻ ആ ചാരത്തില് റോട്ട് കഷ്ണം കൊണ്ട് തന്നെത്തായി ചുരണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് അവരുടെ അടുക്കൽ ആരും അവന്റെ ബന്ധുക്കളോ ചർച്ചക്കാരോ അവരാരും കടന്നു വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 42-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവരൊക്കെ അവന്റെ അടുക്കൽ കടന്നു വന്നു, അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പോലും ഇയ്യോബിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് ചിന്തിച്ചതല്ല. കാരണം അവന്റെ അവസ്ഥ അതായിരുന്നെങ്കിൽ അത് മാത്രമല്ല, അവന് പൊന്മോതിരമൊക്കെ കൊടുത്തു. നേരത്തേക്ക് ഈ പൊന്മോതിരമൊക്കെ അവന്റെ വിരലങ്ങൾ ഇടാൻ പറ്റും, ഒന്നും സാധിക്കാത്ത ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ കൂടെ കടന്നു പോയെങ്കില് ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ദൈവത്തിന്റെ ശബ്ദം അവിടെ കേട്ട് മറ്റൊന്നുമല്ല, നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്ക്. ദൈവത്തിന് സ്തോത്രം. അവരുടെ മൂഢതയ്ക്ക് തക്കവണ്ണം ഞാൻ പകരം ചെയ്യാതിരിക്കും. ദൈവം സർട്ടിഫിക്കറ്റ് ചെയ്തു. ഇവരൊക്കെ സംസാരിച്ച എല്ലാം മൂഢതയാ. അവര് പറയുകയാ, ഈ യോബിനെ കുറിച്ച് സംസാരിച്ചതുപോലെ ഇവരാരും എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അത്രയും ദിവസങ്ങള് ഈ യോബിനെ കുറ്റം വിധിച്ചുകൊണ്ടിരുന്നവർക്ക് മുമ്പില് ദൈവം തെളിയിക്കുക, ഈ യോബിനെ കുറിച്ച് സംസാരിച്ചതൊക്കെ വിഹിതമായിട്ടുള്ള കാര്യങ്ങളാ. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം യോബിന് എല്ലാം മടക്കി കൊടുത്തു. ആ കൂട്ടത്തില് ഒരിക്കലും ആഗ്രഹിച്ചതാ, എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരുന്ന നാളിലെ പോലെ ഞാൻ ആയിക്കൊള്ളായിരുന്നു. ഏറ്റവും അസാധ്യമെന്ന് തോന്നിയത് ഒരിക്കലും സാധിക്കത്തില്ലെന്ന് ചിന്തിച്ച ആ വിഷയം ദൈവത്തിന്റെ സ്തോത്രം. മക്കളെ അവന് മടക്കി കൊടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാ. ജീവിതത്തിൽ വിട്ടെന്ന് കടന്നു വരുന്ന ചില പരീക്ഷകള് ദൈവത്തിന് സ്തോത്രം. അതിന്റെ നടുവില് ഒരു കാരണവശാലും നമ്മളെ അതിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം, ദൈവിക വിഷമത എന്ത് തന്നെ വിധത്തിലുള്ളതാകട്ടെ, ഏത് വിധത്തിലുള്ള പരീക്ഷകളുടെ ദൈവം ഉദ്ദേശിക്കുന്നത് ഒന്നേ ഉള്ളൂ, അതിന്റെ മുമ്പിലുള്ള നമ്മുടേതായ നമ്മുടെ ഉദ്ദേശം. ദൈവം ഏത് ഉദ്ദേശത്തോടെ എങ്ങനെ നമ്മൾ അതിന്റെ പുറകില് ആയിരുന്നത് മാത്രമേ ദൈവം നോക്കുകയുള്ളൂ. നല്ല ഉദ്ദേശത്തോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ ഏറ്റവും നന്മയാക്കി ദൈവം തീർക്കും. ദൈവത്തിന് സ്തോത്രം. യോബിനതൊക്കെ മടക്കി കൊടുത്തു. നമ്മളിങ്ങനെ വായിക്കുന്നു, യോബിന്റെ പെൺമക്കളൊക്കെ വളരെ സൗന്ദര്യമുള്ളവരായിരുന്നു. ആദിലത്തെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവം മടക്കി കൊടുത്തപ്പോൾ അതും വളരെ സൗന്ദര്യത്തോടു കൂടി മടക്കി കൊടുക്കുവാനിടയായി. ദൈവമാർക്കും കടക്കാരനല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പാടാറുണ്ടല്ലോ, അവനാർക്കും കടക്കാരനല്ല, അവന് വേണ്ടി വിശ്വസ്തയോടെ നിന്നെങ്കില് ലോകത്തിന്റെ മുമ്പിൽ ലോകം അവിശ്വസരെന്ന് കുറ്റം വിധിച്ചാലും ഇതെങ്ങനെ സംഭവിച്ചു? പറയുന്നുണ്ടല്ലോ, നീ വിശ്വസ്തനായിരുന്നെങ്കിൽ ഇത് നിനക്ക് സംഭവിക്കുകയില്ല. അങ്ങനെ തന്നെ മുഖത്ത് നോക്കി പറയുവാനും മടിക്കാത്തവരുടെ നടുവിൽ അവൻ വിശ്വസ്തനെന്ന് തെളിയിക്കുവാൻ, അവന്റെ ജീവിതത്തെ ഒന്ന് തെളിയിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുത്തതാ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ അതിന്റെ മുമ്പിൽ നെട്ടോട്ടമോടെ കാര്യമില്ല, വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഇത് ദൈവം എനിക്ക് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാറണം. നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നൽകി തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാറും. ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം വിധിക്കും? ദൈവത്തിന് സ്തോത്രം. ദൈവം തെരഞ്ഞെടുത്തവനെ കുറ്റം വിധിക്കുന്ന ഒരു അപവാദിയുണ്ട് എപ്പോഴും. ദൈവ മക്കളുടെ മുമ്പിൽ അവരെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്ന അപവാദിയുണ്ട്. എന്നാൽ അതിന്റെ നടുവിലൊക്കെ നമ്മുടെ നിഷ്കളങ്കത തെളിയിക്കുവാൻ, നമ്മുടെ വിശ്വസത തെളിയിക്കുവാൻ, നമ്മളാരെന്ന് തെളിയിക്കുവാൻ നമ്മളല്ല ബന്ധപ്പെടേണ്ടത്.
നമ്മൾ തെളിയിച്ചാൽ അത് തെളിയാനും പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കാര്യകാരണ സഹിതം ജീവിതത്തിൽ കടന്നു വന്ന ഓരോ ഘട്ടങ്ങളിലും വിശ്വസ്തത തെളിയിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നമ്മെ അവനോട് കൂടെ ചേർത്ത് നിർത്തി വൻ കാര്യങ്ങളെ ചെയ്യിക്കുവാനും കഴിഞ്ഞ കാലങ്ങളിൽ ഉപരിയായി നമ്മളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാനും ഈ യോബിന്റെ ജീവിതത്തെ മുൻകാലത്തെക്കാളും പിൻകാലത്തെ അനുഗ്രഹിച്ചെന്ന് നമ്മൾ വായിക്കുന്നു. നഷ്ടപ്പെട്ട മൃഗസമ്പത്ത് എണ്ണി അതിന്റെ നേരെ ഡബിളാക്കി ദൈവം കൊടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നിന് കുറവ് വരാതെ ദൈവം അതൊക്കെ മടക്കി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ ദൈവാത്മാവിന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുവാൻ പോവുകയാണ്. ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് മറ്റൊന്ന്, ഈ രാവിലെ സമയം കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവര്, വേദനകളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ, ഞാൻ എഴുതിയവന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. കർത്താവെ, അധികം ആരെയും അങ്ങനെ അടുത്തറിയത്തില്ല. രാവിലെ നമ്മൾ ഇങ്ങനെ വന്ന് കാണുന്നു, സൂമിൽ കൂടി നമ്മൾ കാണുന്നു, അല്ലാതെ ആരുടെ ഒരു ഡീറ്റെയിൽസും അധികമൊന്നും നമുക്കറിയത്തില്ല. എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് കാണുന്നെന്നുള്ളതല്ലാതെ കേൾക്കുന്നെന്നല്ലാതെ അധികം ആരെയും അടുത്തറിയത്തില്ല. ഒരു സഭയിലെ വിഷയമാണ് നമുക്കറിയാം, ആൾക്കാരെയാണ് നമുക്കറിയാം. ഈ ലോകത്തിന്റെ പല ഭാഗത്തും ചിതറിക്കിടക്കുന്ന ദൈവജനമാണ്. എന്നാലും ഒരു കാര്യമുണ്ട്, ഇന്ന് പകൽക്കാലം ഈ സൂമിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും നന്നായി അറിയുന്ന ഒരു ദൈവത്തിന് സ്തോത്രം. ആഴത്തിൽ അവരെ അറിയുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ വ്യക്തമായി ദൈവാത്മാവ് ഓർക്കുന്നു. ചില കഷ്ടതയുടെ നടുവിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാത്തതുപോലെ ആയിരിക്കുന്ന അവസ്ഥകൾ ദൈവത്തിന്റെ സ്തോത്രം. ഈ കല്ലാർ എനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങിയ കല്ലുരുട്ടി മാറ്റിയതുപോലെ ഇന്ന് പകൽക്കാലമായിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ ഒരു ദൈവിക വിടുതൽ ദൈവം ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. അവന്റെ മഹത്വം വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, ദൈവിക മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. അത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി കഷ്ടതകളുടെ നടുവിലും ദൈവത്തിന് സ്തോത്രം. തളർന്നു പോകാതെ എന്ത് തന്നെ വിഷയമായിരുന്നാലും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അതവൻ ഏറ്റെടുത്ത് നന്നായി പ്രവർത്തിച്ച് അവന്റെ മഹത്വം വെളിപ്പെടുത്തും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.